ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗാന പ്രാർത്ഥനയിലെ ഒരു വരിയാണ് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സർവശക്തനായ ദൈവം മറിയാമിന് ചെയ്തു കൊടുത്ത വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, സർവശക്തനായ ദൈവം അവളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. യേശുവിന് മാതാവാകുവാൻ മാതാവിനെ, പരിശുദ്ധ മറിയത്തിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സർവശക്തനായ ദൈവം അവൾക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ കാര്യം. മറ്റനേകം യുവതികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ ഈ ലോകത്തിൽ നിന്ന് യേശുവിന് മാതാവാകുവാൻ സർവശക്തനായ ദൈവം തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധ മറിയത്തിനെയാണ്. രണ്ടാമത്, സർവശക്തനായ ദൈവം മറിയത്തിന് ചെയ്തു കൊടുക്കുന്ന വലിയ കാര്യമെന്ന് പറയുന്നത് അവളെ ഒരു അനുഗ്രഹ പാത്രമാക്കി മാറ്റി എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം അവളെ ഒരു അനുഗ്രഹ പാത്രമാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം അവളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. മൂന്നാമത്, സർവശക്തനായ ദൈവം മറിയത്തിന് ചെയ്തു കൊടുക്കുന്ന വലിയ കാര്യമെന്ന് പറയുന്നത് അവളെ ഒരു വിളനിലമാക്കി മാറ്റി എന്നുള്ളതാണ്. സകല കൃപകളുടെയും വിളനിലമാക്കി മാറ്റിക്കൊണ്ട് സർവശക്തനായ ദൈവം അവളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഏറ്റവും അവസാനം, നാലാമതാത്, ഈ സർവശക്തനായ ദൈവം അവൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ അവളെയും പങ്കാളിയാക്കുവാൻ. തൻ്റെ പുത്രൻ്റെ സഹനങ്ങളിൽ ആ മറിയം, ആ മാതാവിനെയും പങ്കാളിയാക്കുക എന്നുള്ളതാണ്. ആ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാണനിലൂടെ ഒരു വാൾ കടത്തി വിട്ടുകൊണ്ട് ഇതാ സർവശക്തനായ ദൈവം യേശുമ്പുരാൻ്റെ പീഡകളിലും സഹനങ്ങളിലും കഷ്ടതകളിലും മാതാവിനെയും പങ്കാളിയാക്കി എന്നുള്ളതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ആ യേശുമ്പുരാനെ ഗർഭം ധരിച്ചത് മുതൽ ആ കുരിശിനോളം, ക്രൂശ് മരണത്തോളം ഈ മാതാവ്, ഈ പരിശുദ്ധ മറിയം തൻ്റെ പുത്രനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ്റെ സഹനങ്ങളിലെല്ലാം ഈ മാതാവും ഒപ്പം ഉണ്ടായിരുന്നു, അതിലൊക്കെയും പങ്കാളിയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പാണ്, അതായത് ഈ പരിശുദ്ധ ആ ദൈവമാതാവ് എന്ന് വിളിക്കുവാൻ തക്കവണ്ണം, ഇതാ യേശുവിന് മാതാവാകുവാൻ തക്കവണ്ണം ഇതാ മാതാവിനെ, ഈ പരിശുദ്ധ മറിയത്തിനെ തിരഞ്ഞെടുത്തു. അവളെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം ഒരു അനുഗ്രഹ പാത്രമാക്കി, അതുപോലെ കൃപകളുടെ വിളനിലമാക്കി, ഈശ്വരൻ്റെ സഹനങ്ങളിൽ അവളെ പങ്കാളിയാക്കി. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വൻകാര്യങ്ങളും അവളിൽ ചെയ്തു എന്നുകൊണ്ടാണ് അവൾ സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നത്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം നമുക്കും സാധ്യമാണ്. അതെപ്പോഴാണ്? മാതാവിനെ പോലെ വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ, താഴ്മയോടെ ദൈവമുമ്പിലായിരിക്കുമ്പോഴാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിന് മാതാവിനെ പോലെ നമ്മയും തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, പരിശുദ്ധ മറിയത്തെ പോലെ നമ്മയും തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നമ്മളും ഈ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. വിശുദ്ധിയോടെ, താഴ്മയോടെ അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഇതാ ദൈവം നമ്മെയും തിരഞ്ഞെടുക്കും. അപ്പോൾ നമുക്കും പറയാനാകും, സർവശക്തനായ ദൈവം എന്നിൽ വലിയവ ചെയ്തിരിക്കുന്നു. ഈ പരിശുദ്ധ ശൂനോയോ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പരിശുദ്ധ മാതാവിൻ്റെ ഈ താഴ്മയും വിനയവും സമർപ്പണവും നമുക്കും ഉണ്ടായിരിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.